ഹായ് ഗൈസ് collegemunshi.com ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോപ്പ് ആയിട്ടുള്ള ബാംഗ്ലൂരിലെ 5 MBA കോളേജസിനെ പറ്റിയാണ്. ഇതൊക്കെ ടയർ 1 കോളേജസ് ആണ്. പറയുമ്പോൾ ഒന്നിനൊന്നും മെച്ചാണ് ഈ കോളേജസ് എല്ലാം. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളിപ്പോൾ ഈ 5 കോളേജസിൽ ഏത് ഓപ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ബെനിഫിറ്റ് മാത്രമേ ഉണ്ടായിരിക്കുക. ഞാനിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത് പാസ് പെർസെൻറ്റേജ്, പ്ലേസ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ, ഫാക്കൽറ്റീസ്, ഇതൊക്കെയാണ് ഞാനിവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ബാംഗ്ലൂർ നമുക്കറിയാം ഒരു മെട്രോ സിറ്റി ആണ് അല്ലെ. ബാംഗ്ലൂർ പോലൊരു മെട്രോ സിറ്റിയിൽ MBA ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജസ് ഉണ്ട്. 500 ഫോർച്യൂൺ കമ്പനീസിലെ 393 ഫോർച്യൂൺ കമ്പനീസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത് ബാംഗ്ലൂരാണ്. പിന്നെ 10,000-ഓളം സ്റ്റാർട്ടപ്സ്, 60,000-ഓളം MNC കമ്പനീസ് ഉള്ളതും ബാംഗ്ലൂരാണ്. കൂടാതെ ഡിഫറെന്റ് സ്റ്റേറ്റിൽസും കൾച്ചറിലും കുട്ടികളാണ് ഇവിടെ വന്ന് ജോബ് ചെയ്യണതും പഠിക്കുന്നതും. സോ നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽ ആയിക്കോട്ടെ, കമ്മ്യൂണിക്കേഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സണാലിറ്റി ആയിക്കോട്ടെ, എല്ലാം ഡെവലപ്പ് ആവേ ഉള്ളൂ. ഇപ്പൊ നിങ്ങളിപ്പോൾ ഒരു MNC കമ്പനിയിലേക്ക് ഇന്റർവ്യൂക്ക് പോവാണെന്ന് വിചാരിക്കുക. സോ അവിടെ എത്തുമ്പോൾ കൂടുതൽ നമ്മുടെ നാട്ടിൽ വരുന്ന കുട്ടികൾ കൂടുതൽ ബുദ്ധിമുട്ടിനെ കണ്ടേക്കുന്നത് കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജിലാണ്. സോ നിങ്ങൾ ഇവിടെ വന്ന് പഠിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര സ്മൂത്ത് ആയിട്ട് പോകും. നിങ്ങളെ പെട്ടെന്ന് തന്നെ ഹയർ ചെയ്യുകയും ചെയ്യും. മെയിൻ കമ്പോണന്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ഈ പറയുന്ന ഞാനിപ്പോൾ ഈ 5 കോളേജസും പറയുന്ന ഒന്നിനൊന്നും മെച്ചാണ്. പിന്നെ അവരുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും അടിപൊളിയാണ്. ഇവർ കൂടുതൽ CMAT, CAT, MAT, KMAT എക്സാം ബേസിലാണ് കർണാടകയിൽ അഡ്മിഷൻ എടുക്കുക. പിന്നെ ചില കോളേജസിൽ ഈ എക്സാംസ് ഒക്കെ മാൻഡേറ്ററി ആണ്. ചില കോളേജസിൽ അവരുടേതായിട്ടുള്ള എക്സാംസും പിന്നെ ഈ പറഞ്ഞ എൻട്രൻസ് എക്സാമിൽ ജസ്റ്റ് എലിജിബിൾ ആയാലും മതി. ഇപ്പൊ ഇന്ത്യയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ MBAക്ക് പോകുമ്പോൾ ഒരു ഫ്രഷർക്ക് സാധാരണ കിട്ടുന്ന ഒരു ആവറേജ് പാക്കേജ് എന്ന് പറഞ്ഞാൽ 7.5 ആണ്. സോ നിങ്ങൾ വലിയ അഫോർഡബിൾ ഫീസിൽ വലിയ ഫീസിലോ നിങ്ങൾ പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ ഒരു റേഞ്ചിലുള്ള ഒരു കോളേജസ് ചൂസ് ചെയ്യാൻ നോക്കുക. അതുകൊണ്ടാണ് ഞാനിവിടെ 7 to 11 lakhs കോളേജസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഈ പറയുന്ന കോളേജസ് ഒക്കെ റാൻഡംലി പറഞ്ഞു പോകുന്നതാണ്. പക്ഷെ ഇവരൊക്കെ ടോപ്പ് ആയിട്ടുള്ള കോളേജസ് ആണ്. നിങ്ങൾ ഏത് ഇതിൽ ഓപ്റ്റ് ചെയ്താൽ പോലും നിങ്ങൾക്ക് അഡ്വാൻറ്റേജും ബെനിഫിറ്റും മാത്രമായിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് MS രാമയ്യ ആണ്. 1962 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതിന്റെ മെയിൻ ക്യാമ്പസ് വരുന്നത് ഗംഗോത്രി ക്യാമ്പസ് ആണ്. ബാംഗ്ലൂരിലെ തന്നെ ഒരു പഴയ കോളേജാണ് കേട്ടോ രാമയ്യ. MBAക്ക് വളരെ നല്ല പ്രോഗ്രാംസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. BE ഉണ്ട്, VT ഉണ്ട്, യൂണിവേഴ്സിറ്റി ഉണ്ട്. MS രാമയ്യ ആർട്സ് ആൻഡ് സയൻസ് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ആണ്. അവിടുന്ന് 2 വർഷത്തേക്ക് ഫീസ് വരുന്നത് 7 lakhs ആണ്. അടുത്തത് രാമയ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അത് VT ആണ്. അവിടെ വരുന്നത് 7.66 ആണ്. അടുത്തത് രാമയ്യ യൂണിവേഴ്സിറ്റി ആണ്. അവിടെ വരുന്ന 8 lakhs ആണ്. ഈ ഒരു പ്രീമിയം കോളേജ് ആണ്. ടയർ 1 കോളേജ് കൂടിയാണ്. പ്ലേസ്മെന്റിന്റെ കാര്യത്തിൽ 100% പ്ലേസ്മെന്റ് ആണുള്ളത്. പിന്നെ 150+ MNC കമ്പനീസ് ആണ് ഇവരുടെ കീ റിക്രൂട്ടേഴ്സ് ആയിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഇവരുടെ ഹയസ്റ്റ് പാക്കേജ് വരുന്നത് 15 to 17 LPA ആണ്. ആവറേജ് പാക്കേജ് വരുന്നത് 6.5 to 8.5 ആണ്. അടുത്തതായിട്ട് വരുന്നത് ജെയിൻ യൂണിവേഴ്സിറ്റി ആണ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1990-ലാണ്. MBAക്ക് ഇപ്പൊ നിങ്ങളിപ്പോ നല്ലൊരു യൂണിവേഴ്സിറ്റി ആണ് നോക്കുന്നുണ്ടെങ്കിൽ ഹാർട്ട് ഓഫ് ദ സിറ്റി ജെയിൻ യൂണിവേഴ്സിറ്റി ബെറ്റർ ഓപ്ഷൻ ആണ്. MBAക്ക് നല്ല ഇതാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അവര്. അതുപോലെ തന്നെ ഇന്ത്യയിലെ തന്നെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ ഒന്നാണ് ജെയിൻ യൂണിവേഴ്സിറ്റി. NAC A++ അഗ്രിഡേഷൻ ആണ് ഇവർക്കുള്ളത്. 100+ കമ്പനീസിലാണ് ഇവർ പ്ലേസ്മെന്റ് റിക്രൂട്ടിങ് ചെയ്യുന്നത്. 85% മുകളില് കുട്ടികൾക്കാണ് ഓരോ ഇയറും പ്ലേസ്മെന്റ് കിട്ടുന്നത്. 97% മുകളിലേക്ക് കുട്ടികൾക്കാണ് ഓരോ ഇയറും പ്ലേസ്മെന്റ് കിട്ടുന്നത്. പിന്നെ അവരുടെ ആവറേജ് പാക്കേജ് വരുന്നത് 9 LPA ആണ്. ഹയസ്റ്റ് പാക്കേജ് 32 LPA. അവരുടെ തന്നെ ആയിട്ടുള്ള ഒരു എക്സാം ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് വരുന്നത് 11.8 ആണ്. അടുത്ത അമിറ്റി യൂണിവേഴ്സിറ്റി ആണ്. അമിറ്റി യൂണിവേഴ്സിറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. 2005-ലാണ് അമിറ്റി യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. NAC A+ ആണ് ഇവർക്കുള്ളത്. അതുപോലെ തന്നെ അവർക്ക് കുറെ സ്ഥലത്ത് കുറെ ക്യാമ്പസ് ഉണ്ട്. ബാംഗ്ലൂരിലും ക്യാമ്പസ് ഉണ്ട്. ബാംഗ്ലൂരിൽ ഇത് ലൊക്കേറ്റ് ചെയ്യുന്ന ദേവനഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പ്രീമിയം കോളേജിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് MBAക്ക് അമിറ്റി യൂണിവേഴ്സിറ്റി ഒരു നല്ലൊരു ഓപ്ഷൻ ആണ്. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തന്നെ പാക്കേജ് വരുന്നത് 13 to 15 LPA ആണ്. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് തന്നെ പാക്കേജ് വരുന്നത്. പ്ലേസ്മെന്റ് കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ 100% പ്ലേസ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പാസ് പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ 95-ന് മുകളിലേക്കാണ് പാസ് പെർസെന്റേജ് വരുന്നത്. നിങ്ങൾക്ക് ഈ 2 വർഷത്തേക്ക് അവരുടെ ഫീ വരുന്നത് 10 lakhs ആണ്. അവരുടെ തന്നെ ആയിട്ടുള്ള ഒരു എക്സാം ആയിരിക്കും നിങ്ങൾക്ക് MBAക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ആണ്. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും അല്ലെ. നിങ്ങൾക്ക് ബാംഗ്ലൂരിൽ തന്നെ 4 ക്യാമ്പസ് ആണ് ഉള്ളത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1969-ലാണ്. ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയുടെ NAC അഗ്രിഡേഷൻ വരുന്നത് A+ ആണ്.
ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിക്ക് എല്ലാവരും ആഗ്രഹം ഉണ്ടായിരിക്കും അവിടെ ഒന്ന് പഠിക്കണം എന്നൊക്കെ. സോ നിങ്ങൾക്ക് MBA എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവർ പെർസ്യൂ ചെയ്യേണ്ട സ്കോർ എന്ന് പറയുന്നത് കാറ്റും മാറ്റും ആണ്. പിന്നെ നിങ്ങൾക്ക് ഈ MBAക്ക് ഇവിടെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്ന 7 തരം സ്പെഷ്യലൈസേഷൻസ് ആണ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി കൊടുക്കുന്നത്. പിന്നെ അവരുടെ ഹയസ്റ്റ് പാക്കേജ് വരുന്നത് 22 LPA ആണ്. ആവറേജ് പാക്കേജ് എന്ന് പറയുന്നത് 7 LPA ആണ്. പിന്നെ അവർക്ക് ഫീസ് വരുന്നത് 9.5 ആണ് ഈ 2 വർഷത്തേക്ക് അവർ വാങ്ങിക്കുന്നത്. നമ്മൾ ഇനി പറയാൻ പോകുന്നത് ക്രിസ്റ്റു ജയന്തി ആണ്. ക്രിസ്റ്റു ജയന്തി കോളേജ് ഓട്ടോണമസ് ആണ്. അഫിലിയേറ്റഡ് ബൈ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ആണ്. ഫൗണ്ടഡ് ബൈ 1999 ആണ്. കൊത്തന്നൂർ എന്ന സ്ഥലത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇവരെടുക്കുന്ന എക്സാം കാറ്റും മാറ്റും ആണ് എലിജിബിലിറ്റി. പിന്നെ അതുപോലെ തന്നെ MBAക്ക് പറ്റിയ ബെസ്റ്റ് കോളേജ് ആണ്. പിന്നെ ഫീ വരുന്നത് 2 ഇയറിലേക്ക് 7 lakhs ആണ്. ഓവർ 100 കോർപ്പറേറ്റ് ഓർഗനൈസേഷൻ ആണ് ഇവരെ റിക്രൂട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ പാസ് പെർസെൻറ്റേജ് വരുന്നത് 96ന് മുകളിലാണ്. പ്ലേസ്മെന്റ് വരുന്നത് 100% ആണ് പ്ലേസ്മെന്റ് വരുന്നത്. അതേപോലെ തന്നെ ഇവർ ആവറേജ് പാക്കേജ് വരുന്നത് 10 LPAയും ഹയസ്റ്റ് പാക്കേജ് 22 LPA ആണ് വരുന്നത്. ഇനി ഈ പറഞ്ഞ 5 കോളേജിൽ ഏത് കോളേജ് നിങ്ങൾ ചൂസ് ചെയ്താലും നിങ്ങൾക്ക് അഡ്വാൻറ്റേജസ് മാത്രമാണ്. സോ നിങ്ങൾ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജ് മാത്രം ചൂസ് ചെയ്യാൻ നോക്കുക. ഇനി എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യുക. സോ ബൈ, താങ്ക് യു.